ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് ഞാൻ. തന്റെ കൂടെയുള്ള മറ്റു പെൺകുട്ടികൾ തന്നേക്കാൾ മെച്ചപ്പെട്ടവരാണെന്ന സമ്മർദ്ദമാണ് അവൾ അനുഭവിക്കുന്നത്. ലോകം എന്നും ഓർമ്മിക്കേണ്ട, ബഹുമാനിക്കേണ്ട സ്ത്രീകളെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ അവളുടെ ഉള്ളിലെ നിലവാരം ഉയരുകയും അവൾ ഈ പുറമോടികൾക്കും ആധുനിക ശൈലികൾക്കും ഒന്നും വലിയ വില നൽകാതിരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ തന്റെ ലോകത്ത് താരതമ്യം ചെയ്യാൻ ഇവർ മാത്രമേയുള്ളൂ എന്ന് അവൾക്ക് തോന്നിയാൽ സ്വാഭാവികമായും താൻ പിന്നിലാണെന്നോ അല്ലെങ്കിൽ തനിക്ക് ദോഷകരമായ സാഹചര്യമാണെന്നോ അവൾക്ക് തോന്നും. മേരി ക്യൂറിയുടെ ജീവിതകഥ വായിക്കാൻ അവൾ ഒരാഴ്ച ചിലവഴിച്ചാൽ അതിനുശേഷം അവളുടെ ക്ലാസ്സിലെ ഒരു സാധാരണ ജ്യോതികയെ ബഹുമാനിക്കാൻ അവൾക്ക് എങ്ങനെ സാധിക്കുക? ഒരിക്കൽ ക്യൂറിയെ അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എങ്ങനെയാണ് ജ്യോതികയെ ബഹുമാനിക്കുക? അതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് വിദ്യാഭ്യാസം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാകുന്നത്. അവൾക്ക് യഥാർത്ഥമായ കരുത്തുറ്റ മാതൃകകളെ നൽകൂ. അപ്പോൾ അവൾ ഇത്തരത്തിലുള്ള സാധാരണ കൗമാരക്കാരെ വെറുതെ അവഗണിക്കുക മാത്രമല്ല, അവരോട് അവൾക്ക് പുച്ഛം പോലും തോന്നിത്തുടങ്ങും. ആദരിക്കപ്പെടേണ്ട സ്ത്രീകൾ, ആരാധിക്കപ്പെടാൻ പോലും അർഹതയുള്ള സ്ത്രീകൾ ചരിത്രത്തിൽ ഒട്ടനവധി പേരുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് അവരെ ശ്രദ്ധിക്കാത്തത്? അത്തരം മഹതികളായ സ്ത്രീകളെ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ പെൺമക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാത്തത്?